അകത്തൊളിച്ചിരിക്കാണോ? വാക്ക് പാലിക്കാത്ത മഹാനുഭാവ, എന്താ വരാത്തെ? ഇങ്ങു വാ, പെട്ടെന്ന് പെട്ടെന്ന്. നിക്കടി, നിനക്ക് അദ്ദേഹത്തെ കുറിച്ച് ഒന്നും അറിയില്ലല്ലോ, പിന്നെ എന്തിനാ പറയുന്നേ? ഇനി എന്താ അയാളെ കുറിച്ച് അറിയാനുള്ളേ? ഭാര്യയും കുട്ടികളെ ഉപേക്ഷിച്ച് ഇത്രയും കാലമായിട്ട് അയാൾ എന്തുകൊണ്ടാ മാറി നിൽക്കുന്നേന്ന് എനിക്കിപ്പോ നല്ലോണം മനസ്സിലായി. അവരെ ഒന്നിക്കാൻ അനുവദിക്കാത്ത ഒരു രക്തരക്ഷസ് ഈ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് ഈ രൂപം കണ്ടപ്പോ തന്നെ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ രക്തരക്ഷസ് വിളിക്കുന്നോ? നിന്നെ ഇടതി. നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? നിങ്ങൾക്ക് വേണ്ടി നടത്തിയ ഹോമത്തിനെ നിങ്ങളുടെ അച്ഛൻ വരാത്തതില് ആന്റി എത്ര വിഷമിച്ചു നിങ്ങൾക്ക് അറിയോ? ഇത് നിനക്ക് ബന്ധമില്ലാത്ത കാര്യമാണ്. എല്ലാരും ബന്ധമില്ല ബന്ധമില്ല എന്ന് പറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് ബന്ധമില്ല? മനുഷ്യനും മനുഷ്യനും തമ്മിൽ സഹജീവികളാണെന്ന് തിരിച്ചറിവില്ലേ? അതിൽ പറ എന്ത് ബന്ധമാ വേണ്ടേ? മതി, വാ ഇങ്ങോട്ട്. കൈവിട്. വന്ന കാര്യം കഴിഞ്ഞിട്ടില്ല. അയാളുമായിട്ട് സംസാരിക്കാനേ ഇവരാരും എന്നെ സമ്മതിക്കുന്നില്ല. വാചകം അടിച്ചത് മതി, വാ ഇങ്ങോട്ട്. അതല്ല, വരാനല്ലേ പറഞ്ഞത്? കൊള്ളാടാ, വളരെ നന്നായിട്ടുണ്ട്. നീയും നിന്റെ അമ്മയും വരാതെ ഈ വൃത്തികെട്ട പിച്ചക്കാരിയെ എന്റെ വീട്ടിലേക്ക് അയക്കുമായിരുന്നല്ലേ? എന്ത് വൃത്തികെട്ട ജന്മോടാ നീ. ഞാനൊന്ന് തറപ്പിച്ച് നോക്കിയാൽ തന്നെ 2 ദിവസത്തേക്ക് എന്റെ പണിക്കാര് ജോലിക്ക് വരില്ല. പക്ഷെ നിന്റെ അമ്മ എന്താടാ, എത്ര ആട്ടിയാലും തുപ്പിയാലും അമ്പലത്തിൽ വെച്ച് കാണുന്നു, ഇങ്ങനെ യാതൊരു ബന്ധമില്ലാത്തവരെ വീട്ടിലേക്ക് അയക്കുന്നു. നിന്റെ അമ്മയ്ക്ക് നാണമില്ലാന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ നീ പഠിച്ചവനല്ലേ, നിനക്ക് ബുദ്ധിയില്ലേ? ഡാ, ഒരു കാര്യം ചെയ്, കഴിക്കുന്ന ആഹാരത്തില് കുറച്ച് ഉപ്പും മുളകും ചേർത്ത് കഴിക്ക്. അപ്പോഴെങ്കിലും കുറച്ച് അഭിമാനം ഉണ്ടാകട്ടെ. എന്നെ പറഞ്ഞാൽ ഞാൻ സഹിക്കും, ദേഷ്യത്തിൽ തല്ലിയാൽ അതും ഞാൻ സഹിക്കും. പക്ഷെ എന്റെ അമ്മയെ പറഞ്ഞാലുണ്ടല്ലോ, ഒന്ന് കുഴിച്ചു മൂടി കളയാ. ഇത്രയൊക്കെ സംഭവിച്ചിട്ട് ഒരു വാക്ക് പോലും പറയാൻ ഞാൻ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ നിങ്ങൾക്ക്? സ്ത്രീകളെ ബഹുമാനിക്കണമെന്ന് എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ളതുകൊണ്ട്. എന്റെ അമ്മ ശീലിപ്പിച്ച ആ സംസ്കാരമാണ് നിങ്ങൾ ഇന്നിവിടെ ജീവനോടെ നിർത്തിയിരിക്കുന്നത്. ഉപ്പും എരിവും അഭിമാനവും പൗരുഷവും വർദ്ധിപ്പിച്ചേക്കും, എന്നാൽ സംസ്കാരം ഉണ്ടാവില്ല. നിങ്ങള് എരിവൊന്ന് കുറയ്ക്ക, സംസ്കാരം താനേ വന്നോളൂ.
ഇറങ്ങ. ശരി, ഇനി നിങ്ങൾ പൊക്കോളൂ. എവിടേക്ക്? ഉപേക്ഷിച്ചു പോകുന്നത് നിങ്ങൾക്കൊരു ശീലമാണല്ലോ. ആദ്യം അമ്പലത്തിൽ ഇതുപോലെ ചെയ്തു, ഇപ്പൊ ഇവിടെ എന്നെ കളഞ്ഞിട്ട് പോകും. ഏയ് തെയ്തക്ക, എന്താടാ ഇടിച്ചക്കെ? എടി നിന്ന. ആ വീട്ടിലേക്ക് പോകേണ്ട കാര്യം നിനക്കെന്തായിരുന്നു? ഞാൻ സംസാരിക്കാൻ വേണ്ടി പോയി. നീ എന്ത് സംസാരിക്കാനാണ്? നിനക്ക് എന്തറിയാം, ആരാ അറിയാം? അറിയാം, ഒരു ചുമതല ഏറ്റെടുക്കാതെ ഭാര്യ മക്കളെ ഉപേക്ഷിച്ച് വളരെ ദൂരെ പോയി താമസിക്കുകയാണെന്ന് അറിയാം. ആന്റിയെ നിങ്ങളെയും അയാൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, അതും എനിക്കറിയാം. അറിയാന്ന് കരുതി ഒരു വീട്ടിലേക്ക് പോയി വായി തോന്നുന്ന എന്തും വിളിച്ചു പറയാനാണോ? സംസാരിക്കാൻ വേണ്ടിയല്ലേ ഞാൻ പോയത്, അല്ലാതെ വഴക്ക് കൂടാനൊന്നും അല്ലല്ലോ. ഏയ്, നിനക്ക് എന്ത് കാര്യം ഉണ്ടായിട്ടാണ് നീ പോയി സംസാരിച്ചത്? ഒരാളുടെ ബുദ്ധിമുട്ടിനെ കുറിച്ച് സംസാരിക്കാൻ തീരുമാനിച്ച മുന്നിൽ ആരാണെന്ന് നോക്കേണ്ട കാര്യമില്ല. സത്യത്തിൽ എന്തറിയാം നിനക്ക്? എല്ലാം അറിയാം, ആന്റി പറഞ്ഞിട്ടുണ്ട്. തെയ്തക്ക, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്, പറഞ്ഞേക്കാം. ഇടിച്ചക്കെ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഏയ്, നീ എന്തിനാ ഇങ്ങനെ അഹങ്കരിക്കുന്നെ? കൂടെയുള്ള മനുഷ്യരെ സഹായിക്കുന്നതേ അഹങ്കാരമല്ല, കടമയാ. എടി, അതിന് നിന്റെ സഹായം ആര് ചോദിച്ചു? ചോദിച്ചിട്ട് ചെയ്യുന്നതിന് സഹായം എന്ന് പറയില്ല, അതിന് ദാനം എന്നാ പറയാ. ചോദിക്കാതെ ചെയ്യുന്നതാണ് ശരിക്കുള്ള സഹായം. പിന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനല്ല അങ്ങോട്ട് പോയത്, ആന്റിക്ക് വേണ്ടി സംസാരിക്കാനാ പോയത്. എന്റെ അമ്മയെ കുറിച്ച് നീ എന്തിനു സംസാരിക്കണം? കൂടെയുള്ളവര് സംസാരിക്കാതെ നിൽക്കുമ്പോ ആരെങ്കിലും ഒക്കെ ഒന്ന് സംസാരിക്കാൻ വേണ്ടേ? നിങ്ങളെ കുറിച്ചും അദ്ദേഹത്തെ കുറിച്ചും ഓർത്ത് ആന്റി എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്ന് അറിയാമോ? വരാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വന്നില്ല, ഹോമം ചെയ്യണം. ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള ഭയം, അദ്ദേഹം എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള ആധി, അതെല്ലാം കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്തോണ്ടാ പോയി സംസാരിക്കാന്ന് ഞാൻ കരുതിയത്. ഞാൻ പോലും പോകാത്ത ആ വീട്ടിലേക്ക് നീ എന്തിനു പോകണം? നിങ്ങൾ പോയില്ലാന്ന് കരുതി എനിക്കെന്താ പോക്കൂടെ? പിന്നെ ആരും പോവാതിരിക്കുകയാണെങ്കിൽ ആന്റിയുടെ ബുദ്ധിമുട്ട് എങ്ങനെയാ അദ്ദേഹം തിരിച്ചറിയാ? ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഒരു മനുഷ്യരെയും ബോധിപ്പിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. അങ്ങനെ നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കും, വരാന്ന് പറഞ്ഞിട്ട് അയാളും വരില്ല. നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ കിടന്ന് ആന്റി ഉരുകുക. അവര് എങ്ങനെയുള്ളവരാണെന്ന് നിനക്കറിയില്ല. പോയാലല്ലേ അവരെങ്ങനെയുള്ളവരാന്ന് എനിക്ക് അറിയാൻ പറ്റൂ, അതുകൊണ്ടാ പോയത്. എല്ലാം അറിയാവുന്ന നിലയിൽ ഇങ്ങനെ സംസാരിക്കണം. അറിയുന്ന കാര്യങ്ങൾ സംസാരിക്കുമ്പോഴാണ് അറിയാത്ത കാര്യങ്ങളും നമ്മൾ അറിയുക. എന്തായാലും ഞാൻ ആന്റിയെ കുറിച്ച് സംസാരിക്കാനാ പോയത്, അതിന് നിങ്ങൾക്കെന്താ? അയാളോട് സംസാരിക്കാൻ ഞാനുണ്ടല്ലോ. അതുണ്ടല്ലോ, പക്ഷെ സംസാരിക്കില്ല. ആന്റി എന്തുമാത്രം സങ്കടപ്പെടുന്നുണ്ടെന്നോ, നിങ്ങൾ രണ്ടും കൂടി ആന്റി എന്തുമാത്രം സങ്കടപ്പെടുത്തുന്നുണ്ടെന്നോ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? മകന്റെ ജീവൻ രക്ഷിക്കണമെന്ന് നിങ്ങളുടെ അമ്മയുടെ ആദ്യം നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല. തള്ളിക്കളഞ്ഞിട്ട് അകന്നു പോയ ആളെ വീണ്ടും ഹോമം നടത്താനായിട്ട് വിളിച്ച ആ അമ്മയുടെ മനസ്സ് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. അമ്പലത്തിൽ വെച്ച ആ അമ്മയുടെ മനസ്സുരുകുന്നത് ഞാൻ കണ്ടതാ, അതുകൊണ്ടാ അയാളോട് 4 സംസാരിക്കാൻ വേണ്ടി ഞാൻ പോയത്. ചോദിച്ചാൽ ഉത്തരം പറയാൻ ചുമതലപ്പെട്ടവര് തന്നെ ഞങ്ങൾ. അന്യരാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് ഇറങ്ങിപ്പോയതാ. അങ്ങനെയുള്ളവര് നീ ചെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം നൽകുമെന്ന് നീ കരുതുന്നുണ്ടോ? അതിന് ചോദിച്ചാലല്ലേ ഉത്തരം പറയോ ഇല്ലയോ എന്ന് അറിയൂ. ചോദിക്കാൻ വേണ്ടി നീ പോയല്ലോ, എന്നിട്ട് എന്ത് സംഭവിച്ചു? കൃത്യസമയത്ത് ഞാൻ എത്തിയില്ലായിരുന്നെങ്കിൽ നിന്റെ അവസ്ഥ എന്താവുന്നറിയോ? കുറച്ചും കൂടെ വൈകി എത്തിയിരുന്നെങ്കിലേ അവരുടെ അവസ്ഥ എന്താവുമായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമായിരുന്നു. ഏയ് തെയ്തക്ക, പറയുന്ന അങ്ങോട്ട് കേക്ക്. അവിടെയുള്ളവർ എത്ര അപകടകാരികളാണെന്ന് അറിയാതെ സംസാരിക്കരുത്. ദേ നോക്ക്, നീ എന്ത് ജോലിക്കാണോ വന്നത് ആ ജോലി മാത്രം നീ ചെയ്താൽ മതി. ഇങ്ങനെ എല്ലാ കാര്യത്തിനും തലയിട്ട് വെറുതെ എനിക്ക് തലവേദന ഉണ്ടാക്കരുത്, പറഞ്ഞേക്കാം. നിങ്ങളോട് അതിനാരാ വരാൻ പറഞ്ഞേ? ഞാൻ പറഞ്ഞോ നിങ്ങളോട്? അതാണ് വേണ്ടെന്ന് പറഞ്ഞത്. നിനക്ക് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളിൽ തലയിട്ട് വെറുതെ കുഴപ്പത്തിൽ പോയി ചാടരുത്. നീ വഴക്കുകൂടിയ ആ സ്ത്രീ എത്ര അപകടകാരിയാണെന്ന് നിനക്ക് അറിയില്ല. എന്ത് ചെയ്യും? എന്നെ കൊന്നുകളയോ? അങ്ങനെയുള്ളവരുടെ വിരട്ടലൊന്നും എന്റെ അടുത്ത് നടക്കില്ല. വേണ്ട, നീ പേടിക്കണ്ട, നീ ഒന്നും ചെയ്യണ്ട. ഞങ്ങളൊന്ന് ജീവിക്കാൻ അനുവദിച്ചാൽ മാത്രം മതി. ആ വീടിന് നേരെ നോക്കുന്നതിന് എനിക്ക് വെറുപ്പാ. അങ്ങനെയുള്ള എനിക്ക് നീ കാരണം ആദ്യമായിട്ട് എനിക്ക് അതിനകത്ത് കാലുകുത്തേണ്ടി വന്നു. അതിന് ഞാൻ ചെയ്തത് തെറ്റല്ല. തെറ്റ് ചെയ്തവർക്ക് അത് ഒരിക്കലും മനസ്സിലാവില്ല, കണ്ടവർക്ക് മാത്രമേ മനസ്സിലാവൂ. ഞങ്ങളൊന്ന് വെറുതെ വിട്ടിട്ട് നീ നിന്റെ കാര്യം നോക്കി പോവാൻ നോക്ക്. ഇവളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇവളെ ദുരന്തത്തിലേക്ക് തള്ളുന്നത് പോലെയാണടാ. കണ്ടോ
കണ്ടു വളർന്നത് തന്നെയല്ലേ നീ? ശരി, ഇപ്രാവശ്യത്തേക്ക് ഞാനങ്ങ് ക്ഷമിക്കുന്നു. ഒന്ന് കാറി കയറ്. ഞാൻ വരില്ല. ആ, വരാനല്ലേ പറഞ്ഞത്? വരില്ല എന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ വരാൻ പറയുമ്പോ വരാനും നിങ്ങൾ പോവാൻ പറയുമ്പോ പോവാനും ഞാനെന്താ നിങ്ങളുടെ വീട്ടിലെ പണിക്കാരിയാ? ഡാൻസ് ടീച്ചറാ ഞാൻ. ടീച്ചർ ടീച്ചറെ പോലെ നടന്നിരുന്നെങ്കിൽ ഇത്രയും പറയേണ്ട ആവശ്യം എനിക്കെന്തായിരുന്നു? അതിന് മാത്രം ഞാൻ എന്താ ചെയ്തേ? ഏയ്, എന്തിനാ മെക്കിട്ട് കയറുന്നത്? മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞാലേ ഞാൻ മെക്കെട്ട് കയറുമല്ല, നിന്നെ വലിച്ചു ഞാൻ കയറും. അത് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. നിന്നെ സഹിക്കേണ്ടി വരുന്നത് എന്റെ തലയിലെഴുത്തു. ശരി, വന്ന് കാറി കയറും. ഇല്ല. വരാൻ പറയുമ്പോ ജാട കാണിക്കുന്നത് എന്തിനാ? വരണോ? വരില്ലേ? ഞാൻ കൂടെ വരണമെങ്കിൽ ഒരു കണ്ടീഷൻ. ശരി, എന്താണ്? സോറി പറയും. ആ, എന്തിന്? എന്നെ ചീത്ത വിളിച്ചതല്ലേ? നീ വല്ലാണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. സോറി പറയുന്നുണ്ടോ ഇല്ലേ? പറഞ്ഞില്ലെങ്കിൽ വരില്ല. ശരി, വരണ്ട. അയ്യോ, ഇയാള് പോവാണോ? കൂടെ പോയില്ലെങ്കിൽ പെരുവഴിയിലാവും. വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് കൂടെയുള്ളവരെ വിഷമിപ്പിക്കുന്നതേ എനിക്കിഷ്ടമല്ല. വീട്ടിലെത്തിയ ഉടനെ സോറി പറയുമല്ലോ, അത് മതി. പോവാം പോവാം പോവാം, ആന്റി കാത്തിരിക്കുന്നുണ്ടാവും. പോവാ പോ. എന്താ അമ്മേ, വാക്കിംഗ് ആണോ? പുറത്തു പോയി ചെയ്തൂടെ? വാക്കിംഗ് ഒന്നുമല്ല, പൂജ ആ വീട്ടിലേക്ക് പോയിരിക്കുക. അവളൊരു പാവം കുട്ടിയാ. എന്ത് സംഭവിക്കുമോ എന്തോ. ജഗത്ത് അവിടേക്ക് പോയിട്ടുണ്ട്. അവൻ അവിടെ ഇനി എന്ത് പ്രശ്നം ഉണ്ടാക്കുമോ എന്തോ. രണ്ടുപേരും വാശിക്കാരാ. എന്തുണ്ടാകുമെന്നോർത്ത് എനിക്ക് പേടിയാവുന്നു. അമ്മേ, അവരെത്തിയെന്ന് തോന്നുന്നു. പൂജ, നീ വന്നോ? ഞാനായിട്ട് വന്നൊന്നുമല്ല, ഉറപ്പായിട്ട് സോറി പറയാന്ന് ആന്റിയുടെ മകൻ എന്നോട് പറഞ്ഞോണ്ട് വന്നതാ. നീ ചെയ്ത ഉപകാരങ്ങളൊക്കെ മതി, ഇനി മിണ്ടരുത്. എന്ത് സംഭവിച്ചടാ? അമ്മേ, അമ്മ പറഞ്ഞോണ്ട് മാത്ര ഞാൻ ഈ വീട്ടിലേക്ക് വീണ്ടും ഇവിടെ തിരിച്ചുകൊണ്ട് വന്നത്. അതുകൊണ്ട് അധികം നെളിക്കരുന്നവളോട് പറ. എവിടേക്കായി പോകുന്നത്? സോറി പറയുന്നില്ലേ? എന്ത്? ഞാനിനി നിന്നോട് സോറിയും പറയണോ? നിങ്ങൾ സോറി പറയുന്നത് വരെ ഞാൻ ഇവിടുന്ന് മാറില്ല. ആന്റി, ഞാൻ ഇപ്പോഴേ പറയുവാ. അയ്യോ, നിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കാതെ നീ അവിടേക്ക് എന്തിനാ പോയേ? ആന്റിയുടെ ഭർത്താവിനെ കണ്ട് സംസാരിക്കാൻ പോയതാ. ആന്റി സങ്കടപ്പെട്ടതിനും ആന്റിയുടെ മകൻ ആന്റിയോട് ദേഷ്യപ്പെട്ടതിനും കാരണം ആ അങ്കിള് തന്നെയല്ലേ. പക്ഷെ ആ വീട്ടിൽ അദ്ദേഹം ഇല്ലായിരുന്നു. ഒരു ശൂർപ്പണക മുന്നിൽ വന്നു. അപ്പോഴേക്ക് ആന്റിയുടെ മോൻ വന്ന് എന്റെ കയ്യിൽ നിന്ന് അവരെ രക്ഷിച്ച് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. എനിക്ക് വേണ്ടി നീ എന്തിനാ മോളെ വഴക്കുണ്ടാക്കാൻ പോയത്? ആന്റി എങ്ങനെ സങ്കടപ്പെടുന്നത് എനിക്ക് കാണാൻ വയ്യാത്തോണ്ടാ. എന്റെ ദുരിതത്തിനും കണ്ണുനീരിനും 21 വർഷത്തെ പഴക്കമുണ്ട് മോളെ. നീ അതൊക്കെ മാറ്റാൻ നോക്കിയാലും എളുപ്പത്തിൽ സാധിച്ചൊന്നും വരില്ല. മോളകത്ത് പോയി ഫ്രഷ് ആയി വാ. വന്നെന്തെങ്കിലും കഴിക്കും.
ഇതാണ് നിന്നെ കണ്ടെടുത്തപ്പോ ഞങ്ങക്ക് കിട്ടിയത്. ഇതും എടുത്തുകൊണ്ട് നിന്റെ സ്വന്തക്കാരെ തേടി നീ പൊയ്ക്കോ. ആ സാറിന് കണ്ടുമുട്ടാനായ എന്റെ കഥ എനിക്ക് മനസ്സിലായേനെ. അപ്പൊ ഈ വീട്ടിലൊരു രക്തരക്ഷസ് ഉണ്ടെന്ന് പറഞ്ഞത് നിങ്ങളായിരുന്നോ? അവരെ ഒന്നിക്കാൻ അനുവദിക്കാത്ത ഒരു രക്തരക്ഷസ് ഈ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് ഈ രൂപം കണ്ടപ്പോ തന്നെ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ആന്റി ഇതുവരെ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നില്ലല്ലോ. ഇനി എന്ത് ചെയ്യും അമ്മേ? അമ്മ ഒന്ന് അങ്ങോട്ട് പോയി സംസാരിച്ചു നോക്ക്. അയ്യോ, ഏട്ടത്തി ഭയങ്കര ദേഷ്യത്തില. നിന്റെ നാത്തൂനല്ലേ, എന്തിനാ പേടിക്കുന്നത്? പോയി വിളിക്ക. എന്താ എല്ലാവരും ഇവിടെ തന്നെ നിൽക്കുന്നേ? അത് ആന്റി മുറിയിലേക്ക് പോയിട്ട് ഒരുപാട് നേരമായി. അകത്ത് റെസ്റ്റ് എടുക്കുന്നുണ്ടോ? അതിനിങ്ങനെ ടെൻഷൻ ആവുന്ന എന്തിനാ? അതല്ല ഏട്ടാ, ഇന്നിവിടെ നിങ്ങളെ കാണാനായിട്ട് ഒരു പെൺകൊച്ചു ഇവിടെ വന്നിരുന്നു. എന്നിട്ട് ഏട്ടത്തി കുറെ ചീത്ത പറയുകയും ചെയ്തു. ഇന്ന് വരെ ആരും തന്നെ അമ്മായിയോട് ഈ റേഞ്ചിൽ സംസാരിച്ചിട്ടില്ല. അങ്ങനെ ഏതാണ് പെണ്ണ്? നിങ്ങൾ അന്വേഷിച്ചു വന്ന പെണ്ണിനെ നിങ്ങൾക്ക് അറിയില്ലാന്നോ? എനിക്ക് വേണ്ടി വന്നോ? അതേടാ, നീ അമ്പലത്തിൽ പോവാത്തതുകൊണ്ട് ശാരദ സങ്കടപ്പെട്ടു എന്നും വാക്ക് പറഞ്ഞിട്ട് വരാതെ വേദനിപ്പിച്ചു എന്നും ശാരദയെ കുറിച്ച് സംസാരിക്കാനാണത്രേ. ശാരദയെ കുറിച്ച് എന്നോട് സംസാരിക്കാൻ വന്നോ? അതേടാ, ആ കുട്ടി അപൂർവമായിട്ട് ഭയങ്കര വഴക്കായി. ആ പെണ്ണ് നരുന്ന പോലെ ഇരുന്നാലും അവള് നല്ലതുപോലെ അപൂർവയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതേ ഏട്ടാ, വന്ന പെണ്ണ് ഏട്ടത്തി എന്തൊക്കെയോ പറഞ്ഞു. അതിനുശേഷം ഏട്ടത്തി മുറിന്ന് ഇറങ്ങിയിട്ടേ ഇല്ല. എന്റെ അമ്മയെ ചീത്ത പറഞ്ഞു. ആരാ അത് ചെയ്തത്? ആരായാലും നല്ലോണം പറഞ്ഞിട്ടാ പോയത്. ആന്റി പറയ്, അവൾ എന്താ പറഞ്ഞത്? ഏട്ടത്തി അവള് രക്തരക്ഷസ് എന്ന് വിളിച്ചു. ആന്റി പറയ്, അവൾ എന്താ പറഞ്ഞത്? ഏട്ടത്തി അവള് രക്തരക്ഷസ് എന്ന് വിളിച്ചു. നിന്റെ മമ്മി കാരണമാണ് ഇദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയും മക്കളും അകന്നു പോയെന്ന് പറഞ്ഞു. എന്റെ അമ്മ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞോ? ഇവിടെ കയറി വന്ന് ഇത്ര കടുപ്പത്തിൽ സംസാരിച്ചത് ആരായിരിക്കും?